നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സവിശേഷതകളിലൊന്ന് വോട്ടർമാരെ അണിനിരത്താൻ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിക്കുന്ന RSSന്റെ സന്നദ്ധ പ്രവർത്തകരുടെ അഥവാ സ്വയം സേവകരുടെ പ്രത്യക്ഷ അഭാവമാണ്. ഇതുവരെ ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും RSS BJPക്ക് സന്നദ്ധ പ്രവർത്തകരെ യഥേഷ്ടം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ RSSന്റെ തണുപ്പൻ പങ്കിനെ കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ RSS ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണെന്ന വ്യാഖ്യാനമാണ് BJP അധ്യക്ഷൻ JP നദ്ദ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. BJP ഇപ്പോൾ സ്വയം പര്യാപ്തമായിരിക്കുന്നു, സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായും പ്രാപ്തരായിരിക്കുന്നു, പാർട്ടി അതിനു മാത്രം ഇപ്പോൾ വികസിച്ചു, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് അത് പൂർണ്ണമായും RSSനെ ആശ്രയിച്ചതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്നൊക്കെയാണ് നദ്ദ പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ അതിശയകരമായ ഉയർച്ചയുടെ വെളിച്ചത്തിലാണ് ഇത് അവകാശപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന സവിശേഷ ദേശീയ ബോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് RSS രൂപീകരിച്ചത്. ഇന്ത്യയുടെ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരം ബഹുസ്വരതയിലും വൈവിധ്യത്തിലും ആണ് സ്ഥാപിതമായിരുന്നതെങ്കിൽ RSS രൂപീകരണത്തിന് പ്രേരണയായത് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും ദേശീയതയിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ്. ഹിന്ദു ദേശീയതയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു സംഘടനയായ ഹിന്ദു മഹാസഭയിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ രംഗത്തേക്ക് നേരിട്ട് ചാടുന്നതിന് പകരം ഹിന്ദു ദേശീയതയുടെ പ്രത്യയശാസ്ത്രത്തിൽ സ്വയം സേവകരെയും പ്രചാരകരെയും പരിശീലിപ്പിക്കുന്നതിലാണ് RSS ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്ന് ഹിന്ദു രാഷ്ട്രത്തിന്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന 60-ലധികം സംഘടനകൾ RSSന് കീഴിലുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ RSS പരിശീലിപ്പിച്ച പ്രചാരക് നാഥറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് RSSന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ രൂപീകരണം. രാഷ്ട്രീയ രംഗത്ത് തങ്ങളുടെ പ്രത്യയശാസ്ത്രം വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകത RSSന് തോന്നി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ആര്യ സമാജത്തിന്റെ സഹായത്തോടെ ഹിന്ദു മഹാസഭയുടെ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. ഇതിലേക്കായി RSS അതിന്റെ 3 പ്രമുഖ പ്രചാരകരെ ജനസംഘത്തിന് വിട്ടുനൽകി. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ൺ അദ്വാനി, ദീൻദയാൽ ഉപാധ്യായ എന്നിവരായിരുന്നു ആ നേതാക്കൾ. പിന്നീട് ഉപാധ്യായ ജനസംഘത്തിന്റെ പ്രസിഡന്റ് ആയതോടെ ഈ പാർട്ടിയുടെ മേൽ RSS അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി നടപ്പാക്കി. അതേസമയം അതിന്റെ ശാഖകൾ പുരാതന ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുകയും മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദു ദേശീയതയുടെ പ്രത്യയശാസ്ത്രത്തിൽ ആൺകുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ അഭിപ്രായത്തിൽ RSS പ്രചരിപ്പിച്ച വിദ്വേഷമാണ് ഗാന്ധിവധം സാധ്യമാക്കിയത്. 1975 ജനസംഘം RSS കൂട്ടുകെട്ട് ആവേശത്തോടെ ജയപ്രകാശ് നാരായണൻ ആരംഭിച്ച പ്രക്ഷോഭ പ്രസ്ഥാനത്തിൽ ചേർന്നു. താമസിയാതെ അവർ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുകയും ഗാന്ധിയുടെ കൊലപാതകവുമായുള്ള ബന്ധം മൂലം സംഘത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന അധമ പ്രതിച്ഛായ ഇല്ലാതാക്കുകയും ഒരു പൊതു ബഹുമാനം നേടാൻ ആ കൂട്ടുകെട്ട് ഉപകരിക്കുകയും ചെയ്തു. JPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജനതാ പാർട്ടിയിൽ ജനസംഘവും പിന്നീട് ലയിച്ചു. താമസിയാതെ ജനതാ പാർട്ടിയുടെ പല ഘടകങ്ങളും പാർട്ടിയിലെ ജനസംഘം നേതാക്കളോട് RSSുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അതായത് ജനതാ പാർട്ടിയുടെയും RSSന്റെയും ഇരട്ട അംഗത്വം ഉപേക്ഷിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ അവരതിന് കൂട്ടാക്കിയില്ല. ജനസംഘം നേതാക്കൾ RSSനോട് കൂടുതൽ വിശ്വസ്തത പുലർത്തിയതിനാൽ അവർ ജനതാ പാർട്ടി വിട്ട് 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു. ഹിന്ദു ദേശീയതയുടെ പ്രത്യയശാസ്ത്രത്തിൽ പരിപോഷിപ്പിക്കപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്കായി BJP തുടക്കത്തിൽ ഗാന്ധിയൻ സോഷ്യലിസവും ഏകാത്മക മാനവ ദർശനവുമൊക്കെ അതിന്റെ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ലഭിക്കാത്തതിനാൽ അവർ ഗിയർ മാറ്റി ബാബരി മസ്ജിദ്, രാമക്ഷേത്രം എന്നിങ്ങനെ തങ്ങളുടെ കേന്ദ്ര വിഷയമായി ഏറ്റെടുത്തു. ഇതോടൊപ്പം അരങ്ങേറിയ മുസ്ലിം വിരുദ്ധ അക്രമങ്ങൾ ഇന്ത്യയെ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ സ്ഥാനം സ്ഥിരമായ വളർച്ച നേടുകയും ചെയ്തു. RSS സർസംഘചാലകിന്റെ അധ്യക്ഷതയിൽ വർഷം തോറും നടക്കുന്ന അഖിൽ ഭാരതീയ പ്രതിനിധി സഭ വഴിയാണ് BJP ഘടകമായ RSS സംയുക്തത്തിന്റെ പ്രധാന നയങ്ങൾ ഏകോപിപ്പിക്കുന്നത്. BJP കൂടുതൽ ശക്തരായതോടെ RSSന് പ്രവർത്തിക്കാനും ഭരണകൂടത്തിൽ നുഴഞ്ഞു കയറാനും കൂടുതൽ ഇടം ലഭിച്ചു. 2014 RSS ശാഖകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. 2022-23 ABPS റിപ്പോർട്ട് അനുസരിച്ച് 2022-23 കാലയളവിൽ
രാജ്യത്ത് RSS 8500-ലധികം പുതിയ ശാഖകൾ ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. മൊത്തം ശാഖകളുടെ എണ്ണം മുൻവർഷത്തെ 60,117-ൽ നിന്ന് 12% ഉയർന്ന് 68,651 ഇപ്പോഴത്തെ BJP ഭരണത്തിൽ RSS പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ വേഗതയാണ് ഇത് കാണിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെയും RSSുമായുള്ള ബന്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ JP നദ്ദ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു തരത്തിലും മാതൃസംഘടനയും അതിന്റെ രാഷ്ട്രീയ സന്തതികളും തമ്മിലുള്ള വേർപിരിയലിന്റെ സൂചനയല്ല എന്ന് നിസ്സംശയം പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും RSS പിൻവാങ്ങി നിൽക്കുന്നത് യോഗി ആദിത്യനാഥിന് പകരം അമിത്ഷയെ അവരോധിക്കുന്നതിലുള്ള അനിഷ്ടം കാരണമാണ് എന്ന തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ ആരോപണത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് നയമായി മാത്രം കാണുന്നതാവും കൂടുതൽ ശരി.